4 ബ്രെഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം എടുത്തോളൂ. നമുക്ക് എളുപ്പത്തിൽ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ബ്രെഡ് റോള് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട് 4 ബ്രെഡ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഒരു മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇനി പൊടിച്ചെടുത്തിട്ടുള്ള ഈ ബ്രെഡ് പൊടി നമുക്ക് ഒരു ബൗളിലേക്കൊന്ന് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ച് ഉടച്ചെടുത്തതൊന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ചെറിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തതിന് ശേഷം 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ കൈ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഉരുളയാക്കി എടുക്കാൻ പരുവത്തിനൊന്ന് കിട്ടും. ഈ പരുവത്തിലായി കഴിഞ്ഞാൽ കുറേശ്ശെയായിട്ട് ബ്രെഡ് എടുത്ത് കയ്യിൽ വെച്ചൊന്ന് ഉരുളയാക്കി ഒരു റോൾ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് 2 സ്പൂൺ മൈദയും ഒരല്പം വെള്ളവും കൂടെയും ചേർത്ത് കുറച്ചൊന്ന് ലൂസായിട്ടുള്ള പരുവത്തിലൊന്ന് കലക്കിയെടുക്കാം. ഇനി നമ്മൾ റോളാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് ഓരോന്നായിട്ട് എടുത്ത് ഈ മൈദയിലൊന്ന് മുക്കിയതിന് ശേഷം ബ്രെഡ് പൊടി വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്കിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നവരേക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ബ്രെഡ് റോള് റെഡിയായി കഴിയും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേക്കണേ.